നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കുറച്ച് പ്രോബ്ലംസും ആൻസേഴ്സാണ് നമ്മളുടെ ഇപ്പം കഴിഞ്ഞ ചാപ്റ്റർ ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസും ആൻസേഴ്സാണ്. കുറച്ച് അധികം പ്രോബ്ലംസ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെഫിനിഷൻസും അതുപോലെ ടേംസും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വരും. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: obtain the probability distribution of the number of heads when three coins are tossed together. നമുക്ക് എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. എന്തിൻ്റെ? നമ്പർ ഓഫ് ഹെഡ്സ് വെൻ ത്രീ കോയിൻസ് ആർ ടോസ് ടുഗദർ. 3 കോയിൻസ് ടോസ് ചെയ്തപ്പം കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വെൻ ത്രീ കോയിൻസ് ആർ ടോസ്ഡ് ദ സാമ്പിൾ സ്പേസ് ഈസ്. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എങ്ങനെ ഉണ്ടായിരിക്കാം? Set S is equal to set of all head 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 tile head tile tile head tile head tile head tile 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 head tile head head tile tile tile. ഓക്കെ, ഈ ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടാനുള്ളത് അല്ലേ. ദെൻ നമുക്കതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. Here random variables x defined as the number of heads to be obtained will taken the values 0, 1, 2, 3 and 3 0, 1, 2 and 3 from the real line with respect to each outcome in set S. Okay, then we can assign probability to each values of the random variable as follows. നമുക്ക് അതിൻ്റെ റാൻഡം വേരിയബിൾ നമ്മൾ ഈ രൂപത്തിലായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. അതായത് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് നമുക്ക് ഏതൊക്കെ രീതിയിൽ കിട്ടാം? ഒരു ഹെഡ് വരാതെ എല്ലാം ടെയിലായിട്ട് വരുന്ന കേസിന് അപ്പോൾ 0. അപ്പോൾ ഒരു ഹെഡ് വന്നിട്ട് ബാക്കി ടെയിലാവുന്ന, അതായത് 1 വരുന്ന കേസ്, 2 വരുന്ന കേസ്, 3 വരുന്ന കേസ്, എല്ലാം ഹെഡ് ആവുന്ന കേസ്. ഇങ്ങനെ 4 കേസസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എക്സിന് അല്ലേ. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് എന്താണ്? ഒരു ഹെഡും വരാത്ത കേസ്. അതേതാണ്? പ്രോബിലിറ്റി ഓഫ് ടി 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 ഇതല്ലേ. പ്രോബിലിറ്റി ഓഫ് ടി 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 ആണ് എത്ര വരുന്നത്? 1/8 വരുന്നത്. ടോട്ടൽ എത്ര? 8 ആണ്. അതിൽ നിന്ന് ഒരു ചാൻസേ ഉള്ളൂ ടി 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 3 ടെയിൽ കിട്ടാനുള്ള ചാൻസ്. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ് എവിടെയാണ്? ഇവിടെയും 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 വരുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് ഇതൊക്കെ വരിക? പ്രോബിലിറ്റി ഓഫ് ഹെഡ് ടൈൽ 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 ഹെഡ് ടൈൽ 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 അത് എത്ര വരുന്നത്? 3/8 വരും. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഹെഡ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 2 വരാനുള്ള ചാൻസ്, ഹെഡ് 2 വരാനുള്ള ചാൻസ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഹെഡ് ഹെഡ് ടൈൽ ഹെഡ് 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 ടൈൽ ഹെഡ് ആകും 3/8 വരും. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. 3 ഹെഡ് വരാനുള്ള ചാൻസ് ഏതാണ്? പ്രോബിലിറ്റി ഓഫ് ഹെഡ് 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 അതൊന്ന് എത്ര വരിക? 1/8 ആണ് വരിക. ദസ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ. നമുക്കതിന് ടേബിളിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ടേബിളിലും അതുപോലെ ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഏതൊക്കെ വാല്യൂസ് വരാൻ പറ്റുക? 0, 1, 2, 3. ഓക്കെ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാൽ 0 വരുമ്പോൾ 1/8, 3 1 വരുമ്പോൾ 3/8, 2 വരുമ്പോൾ 3/8, 3 വരുമ്പോൾ 1/8. നമ്മൾ പറഞ്ഞിട്ട് ടോട്ടൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ എത്ര വരണം? 1 വരണം. ഇത് സം ചെയ്ത് നോക്കുക. 1/8 പ്ലസ് 3/8 എത്ര വരും? 4/8. 4/8 പ്ലസ് 3/8 എന്നത് വരും 7/8. 7/8 പ്ലസ് 1/8 ആണ് 8/8. ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫ്രം എ ലോട്ട് containing 25 items, 5 of which are defective. 4 items are chosen at random. Find the probability distribution of the number of defectives obtained. നമ്മളുടെ കയ്യിൽ 25 ഐറ്റംസ് ഉണ്ട്. അതിൽ 5 എന്താണ്? ഡിഫക്റ്റീവ്സ് ആണ്. 4 ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് റാൻഡംലി നമ്മൾ 4 ഐറ്റംസ്, ആ 25 ഐറ്റംസിൽ നമ്മൾ 4 ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്തു. കണ്ടുപിടിക്കാനുള്ള ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഒബ്റ്റെയിൻസ്. ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് എടുക്കാം. അപ്പോൾ ഡിഫക്റ്റീവ്സ് അതിൽ എത്ര ഉണ്ട്? 5 ഡിഫക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ചാൻസ് വരാം? എക്സ് ടേക്സ് ദി വാല്യൂസ് 0, 1, 2, 3 ആൻഡ് 4 വരും. അപ്പോൾ 5 ഡിഫക്റ്റീവ്സ് അതായത് 0, 1, 2, 3, 4 ആൻഡ് 5 3 ആൻഡ് 4 വരെ. അപ്പോൾ അങ്ങനെ 5 ചാൻസസ് ഉള്ളത്. ഇഫ് ദി ഐറ്റംസ് ആർ ഡ്രോൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, നമ്മൾ റാൻഡംലിയാണ് ചൂസ് ചെയ്യുക. നമ്മൾ ഇനിയിപ്പോൾ ഐറ്റംസ് അതിലേക്ക് 4 എടുത്ത് റാൻഡംലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഐറ്റംസ് ആർ ഡ്രോൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, നമ്മൾ എടുത്ത സാധനം പിന്നെ അതിലേക്ക് ഇടാത്ത രീതിക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എത്ര? അതായത് ഒരു ഡിഫക്റ്റീവ്സും വരാതിരിക്കാനുള്ള ചാൻസ് ആണ് എന്ത് വരും? 5C0 ഇൻറ്റു 20C4 ഡിവൈഡ് ബൈ 25C4. അത് 25C4 ആണ് എത്ര വരിക?
ടോട്ടൽ 25 ഐറ്റംസ് ഉണ്ട്. അതിൽ 4 ഐറ്റംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് 25C4 പറഞ്ഞാൽ. ഇപ്പോൾ 5 ഐറ്റംസ് ഡിഫക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഒറ്റ ഡിഫക്റ്റീവ് ഇല്ല പറഞ്ഞാൽ 5C0. നമ്മൾ പിന്നുള്ളത് എത്രയാണ് 5 ഡിഫക്റ്റീവ്സ് നമ്മൾ ഇതാക്കി ബാക്കി 20 ഇതാണ് അതിലുണ്ടായിരിക്കും അല്ലേ. ആ 20 നമുക്ക് 4 ചൂസ് ചെയ്യണം. 4 എന്തായിരിക്കണം ഡിഫക്റ്റീവ്സ് ഇല്ലാത്ത കേസ് ആയിരിക്കണം. ദാറ്റ് ഈസ് 5C0 ഇൻറ്റു 20C4 ഡിവൈഡ് ബൈ 25C4 ആണെങ്കിൽ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 20 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 16 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 25 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 21 ഫാക്ടോറിയൽ. ക്യാൻസൽ ചെയ്യുക, സോൾവ് ചെയ്യുക, ദെൻ വി ഗെറ്റ് 969 ബൈ 25 30. ഇതാണ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരെയുള്ള ചാൻസ്. ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരെയുള്ള ചാൻസ്, അതായത് ഒരു ഡിഫക്റ്റ് വരിക, അതായത് 5 ഡിഫക്റ്റീവ്സ് നമുക്ക് 1 വരാം. ദാറ്റ് ഈസ് 5C1 ഇൻറ്റു 20C3. ബാക്കിയെല്ലാം എന്താണ് ബാക്കി ആ ഇപ്പം 4 ചൂസ് ചെയ്യുന്നതിൽ ബാക്കി എന്തായിരിക്കണം ഡിഫക്റ്റീവ് അല്ലാത്ത കേസ് വരണം. 4 ചൂസ് ചെയ്തതിൽ 1 ഡിഫക്റ്റീവ് വരുന്നത്. അപ്പോൾ 20C3 വരും ഡിവൈഡ് ബൈ 25C4 വരും. അത് നേരത്തെ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതുക, സോൾവ് ചെയ്യുക, ദെൻ വി ഗെറ്റ് 1140 ഡിവൈഡ് ബൈ 2530 വരും. അതുപോലെ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. രണ്ടെണ്ണം എന്ത് വരാം ഡിഫക്റ്റീവ് ആവാനുള്ള കേസ്. രണ്ടെണ്ണം ഡിഫക്റ്റീവ് എപ്പോഴാവുക, ബാക്കി രണ്ടെണ്ണം എന്തായിട്ട് വരും നോൺ ഡിഫക്റ്റീവ് ആയിട്ട് വരും. ദാറ്റ് ഈസ് 5C2 ഇൻറ്റു 20C2 ഡിവൈഡ് ബൈ 25C4 വരും. അത് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താ ഡിവൈഡ് ചെയ്യുക, ഒഴിവാക്കുക, ക്യാൻസൽ ചെയ്യുക, സോൾവ് ചെയ്യുക, ദെൻ വി ഗെറ്റ് 380 ഡിവൈഡ് ബൈ 2530 വരും. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. നമ്മൾ 4 ചൂസ് ചെയ്യുന്നതിൽ 3 ഡിഫക്റ്റീവ്സ് വരെയുള്ള കേസ് ആകുമ്പോൾ എന്ത് വരും 5C3 ഇൻറ്റു 20C1 ഡിവൈഡ് ബൈ 25C4 വരും. അത് കോമ്പിനേഷൻ വെച്ച് ചെയ്താൽ സോൾവ് ചെയ്യുക, ദെൻ വി ഗെറ്റ് 40 ബൈ 2530 വരും. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ് എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്ന 4 എന്ത് വരിക ഡിഫക്റ്റീവ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് 5C4 ഇൻറ്റു 20C0 ഡിവൈഡ് ബൈ 25C4. അതും കോമ്പിനേഷൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്താൽ ദെൻ വി ഗെറ്റ് 1 ബൈ 2530 വരും. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച സാധനങ്ങൾ എന്ത് ചെയ്യാം ഒരു ടേബിളിലേക്ക് മാറ്റുക. അതായിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ദസ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 1 2 3 4. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ് എന്ത് വരിക 969 ഡിവൈഡ് ബൈ 2530 എക്സെട്ര 1 ബൈ 2530. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. ഓക്കെ, then we can write this probability distribution as a probability function as shown below. നമുക്കതിനെ ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ f of x is equal to probability of x is equal to small letter x, that's equal to 5cx into 20c4 minus x by 25c4. എന്ത് x 0 to 4 വരുന്ന കേസ്, അത് x ആണ് എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്ന അതിൽ ഡിഫക്റ്റീവ് വരെയുള്ള നമ്പറാണ് എന്ത് x. അപ്പോൾ x ഡിഫക്റ്റീവ് ഉള്ള കേസസ് ഒക്കെയാണ് 0 1 2 3 4. അപ്പോൾ 0 1 2 3 4 എക്സ് വരുന്ന കേസിൽ അതിൻ്റെ എഫ് ഓഫ് എക്സ് ഇതായിരിക്കും. അല്ലാത്ത ഏതെങ്കിലും വാല്യൂസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ വാല്യൂ 0 വരണം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നമ്പർ ഓഫ് ട്രയൽസ് റിക്വയർഡ് ടു ഗെറ്റ് എ സക്സസ് ഫോർ ഫസ്റ്റ് ടൈം when an experiment is repeating large number of times with the probabilities of success p and the probabilities of failure equal to 1 minus p, that's equal to q. നമുക്ക് എന്തെങ്കിലും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം എന്തിൻ്റെ ഓഫ് ദി നമ്പർ ഓഫ് ട്രയൽസ് റിക്വയർഡ് ടു ഗെറ്റ് എ സക്സസ് ഫോർ ദി ഫസ്റ്റ് ടൈം വെൻ ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റിംഗ് ലാർജ് നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ സക്സസ് കിട്ടാനുള്ളതിൻ്റെ പ്രോബിലിറ്റി, അതായത് നമ്മളിപ്പോൾ ഒരു തവണ ഇടുമ്പോൾ തന്നെ സക്സസ് ആയാൽ അതിൻ്റെ എന്താണ് പി നമുക്ക് കൊടുക്കാൻ പറ്റും. 2 ഇട്ടപ്പം ഫസ്റ്റ് സക്സസ് വന്നു, ദെൻ ഫെയിലായിട്ട് പോയി, അപ്പോൾ PT വന്നു. അപ്പോൾ ഫസ്റ്റ് സക്സസ് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോബിലിറ്റീസ് ഓഫ് സക്സസ് നമ്മൾ P ആയിട്ട് എടുക്കുക, ഫെയിലിയർ നമ്മൾ 1 മൈനസ് P അല്ലെങ്കിൽ Q ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതണം. ഡിനോട്ട് ദി സക്സസ് ബൈ ക്യാപിറ്റൽ എസ്. ക്യാപിറ്റൽ എസ് കൊണ്ട് നമ്മൾ എന്ത് സക്സസ് എഴുതാം, ആൻഡ് ഫെയിലിയർ ബൈ ക്യാപിറ്റൽ F. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എസ് പറഞ്ഞാൽ സക്സസ് കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ എത്രയാണ് P ആണ്, ഫെയിലിയർ ആവാനുള്ള ചാൻസ് ആണ് 1 മൈനസ് P, ദാറ്റ്സ് ഈക്വൽ ടു Q. കാരണം ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പോൾ സക്സസ് ആയിരുന്നു ഒഴിവാക്കി നമുക്ക് എന്താ കിട്ടുക ബാക്കി ഫെയിലിയർ ആയിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് P ഈക്വൽ ടു Q കിട്ടും, ഫെയിലിയർ കിട്ടും. ദെൻ ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് ട്രയൽസ് റിക്വയർഡ് ടു ഗെറ്റ് എ സക്സസ് ഫോർ ദി ഫസ്റ്റ് ടൈം. അപ്പോൾ എക്സ് എന്തായിട്ട് എടുക്കുക, ഫസ്റ്റ് ടൈം സക്സസ് കിട്ടാനുള്ള ചാൻസ് ആയിട്ട് നമ്മൾ എക്സ് എടുക്കുന്നു. ഹിയർ എക്സ് ടേക്സ് ദി വാല്യൂസ് 1 2 3 4 5 എക്സെട്ര ടു ഇൻഫിനിറ്റി വരെ പോകാം അല്ലേ. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദി ഔട്ട്കംസ്. ഏത് രൂപത്തിലായിരിക്കും ഫസ്റ്റ് തന്നെ സക്സസ് തരാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഫെയിലിയർ എന്നിട്ട് സെക്കൻഡ് സക്സസ് തരാം, ദെൻ ഫസ്റ്റ് 2 ഫെയിലിയർ ആയി ദെൻ സക്സസ് തരാം. സക്സസ് ആവുന്നവരെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതാണ്
അപ്പോൾ അത് 3 ഫെയിലർ ആയി ദെൻ സക്സസ്, ദെൻ അടുത്ത 4 ഫെയിലർ ആയി ദെൻ സക്സസ്, അങ്ങനെ പോകും. ഓക്കെ, പ്രോബിലിറ്റീസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അസ്യൂമിങ് ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്, എല്ലാ ട്രയൽസും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം പ്രോബിലിറ്റീസ് ഓഫ് എക്സ് എന്ത് വരും, ഈക്വൽ ടു 1 ആയിട്ട് വരും. പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്താ വരിക, 2 ആവുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 2, രണ്ടാമത്തതാണ് സക്സസ്, ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എഫ് എസ് വരും. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എഫ് എസ് ആണ് എന്താണ്, ക്യൂ പി ആണ്. എന്തുകൊണ്ട് നമ്മൾ ക്യൂ പി എഴുതി, പ്രോബിലിറ്റി എല്ലാം എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതാണ് ക്യൂ പി എന്ന് കൊടുക്കാൻ തന്നെ. പ്രോബിലിറ്റീസ് ഓഫ് എഫ് എസ് ഇസ് ഈക്വൽ ടു ക്യൂ പി വരും. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3, മൂന്നാമത്തതാണ് സക്സസ് എന്ന്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എഫ് എഫ് എസ്, ദാറ്റ് ഈസ് ക്യൂ ക്യൂ പി, ദാറ്റ് ഈസ് ക്യൂ സ്കോർ ഇൻറ്റു പി വരും. അപ്പോൾ നാലാമത്തെ സക്സസ് ആകുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എഫ് 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 എസ് വരും, ദാറ്റ് ഈസ് ക്യൂ ക്യൂബ് പി. അങ്ങനെയാണെങ്കിൽ nth സക്സസ് വരെങ്കിൽ എന്ത് വരും, ക്യൂ റേസ് ടു n മൈനസ് 1 ഇൻറ്റു പി ആണ് വരിക. ദസ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും, എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കാം, 1 2 3 4 എക്സെട്രാ ടു എക്സ് എക്സെട്രാ ടു ഇൻഫിനിറ്റി വരെ പോകും. ആൻഡ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് എന്ത് വരിക, പി ക്യൂ സ്ക്വയർ പി ക്യൂ ക്യൂബ് പി എക്സെട്രാ. എക്സ് ആകുമ്പോൾ എന്താ വരിക, ക്യൂ റേസ് അല്ല, ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 പി എക്സെട്രാ. അപ്പോൾ ഇവിടെ 4 പകരം ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആണെങ്കിൽ ക്യൂ പി, മൂന്നാമത്തെ ആണെങ്കിൽ ക്യൂ സ്ക്വയർ വരും. അപ്പോൾ nth ആണെങ്കിൽ ക്യൂ റേസ് ടു n മൈനസ് 1 ഇൻറ്റു പി വരും. ടോട്ടൽ നമുക്ക് എന്ത് തരണം, 1 വരും വേണം. ഓക്കെ, ഇത് നമുക്ക് വേറെ മെത്തേഡിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതായത് അലൈറ്റർ മെത്തേഡ്. അത് വേറൊരു മെത്തേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സപ്പോസ് ഇൻ ദ എക്സ്ത് ട്രയൽ വി ഗെറ്റ് എ സക്സസ് ഫോർ ദി ഫസ്റ്റ് ടൈം. എക്സ്ത് ട്രയലാണ് നമുക്ക് സക്സസ് കിട്ടുന്നതായിരിക്കും, ബാക്കിയൊക്കെ ഫെയിലർ ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഇൻ ദ പ്രീവിയസ് എക്സ് മൈനസ് 1 ട്രയൽസ് എന്താണ്, ഫെയിലർ ആവണം അല്ലേ. എക്സ്ത് ട്രയൽസ് സക്സസ് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ട്രയൽസ് എന്തായിരിക്കണം, ഫെയിലർ ആയിരിക്കണം. സിൻസ് ദ ട്രയൽസ് ആർ അസ്യൂം ടു ബി ഇൻഡിപെൻഡൻറ്റ്, എല്ലാ ട്രയൽസും ഇൻഡിപെൻഡൻ്റ് നമ്മൾ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു. ദെൻ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സക്സസ് ഇൻ ദി എക്സ്ത് ട്രയൽസ് ആണ് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫെയിലർ ഇൻ എക്സ് മൈനസ് 1 ട്രയൽസ് ആൻഡ് ഗെറ്റിംഗ് സക്സസ് ഇൻ ദി എക്സ്ത് ട്രയൽ അല്ലേ. എക്സ് മൈനസ് 1 ട്രയൽസ് എന്തായിട്ട് വരിക, ഫെയിലർ ആയിട്ട് വരിക, എക്സ്ത് ട്രയൽസ് സക്സസ് ആവുക, അതാണ് അതിൻ്റെ പ്രോബിലിറ്റി വരിക. ദാറ്റ് ഈസ് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫെയിലേഴ്സ് ഇൻ ദി എക്സ് മൈനസ് 1 ട്രയൽസിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സക്സസ് ഇൻ ദി എക്സ്ത് ട്രയൽസ്. അപ്പോൾ ഒന്ന് സക്സസ് ആവാൻ അതിൻ്റെ പ്രോബിലിറ്റി പി വരും, ബാക്കിയൊക്കെ ഫെയിലർ ആവാൻ ക്യൂ 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 എക്സെട്രാ എത്ര ടൈംസ് വരെ, എക്സ് മൈനസ് 1 ടൈംസ് വരെ ക്യൂ മൾട്ടിപ്ലൈ ഇൻറ്റു പി വരും. ദാറ്റ് ഈസ് ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു പി. ഇനി നമുക്ക് ജനറലി എന്ത് ചെയ്യാൻ പറ്റും, പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു പി, വേർ എക്സ് ഇസ് ഈക്വൽ എന്താണ് 1 2 3 എക്സെട്രാ ടു ഇൻഫിനിറ്റി പോകും. ദിസ് ഈസ് ദി റിക്വയർഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും, കാൾഡ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. കാരണം എന്താ, ക്യൂ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the next example, examine whether f of x as defined below is a probability density function. That is, f of x is equal to 0 if x less than 2, 1 by 18 into 3 plus 2x if 2 less than or equal to x less than or equal to 4, 0 if x greater than 4. ഇതെന്താണ്, ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, അല്ലേ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ ടു ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, വി ഹാവ് ടു ഷോ ദാറ്റ് അതിൻ്റെ ഇൻ്റഗ്രൽ എടുത്ത് എന്ത് വേണം, 1 വരണം. കാരണം അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് integral minus infinity to infinity f of x dx is equal to 1. Total probability 1 വരണം. ഹിയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്തായിട്ടും 3 ആയിട്ട് മാറ്റാൻ, ഒന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയും, ഒന്ന് 2 to 4 വരെയും, ഒന്ന് 4 to ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി വരെ 2 വരെ എന്താണ് 0 ആണ്, 4 to ഇൻഫിനിറ്റി 0 ആണ്. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ ഇവിടെ ഉള്ളൂ ഇൻ്റഗ്രൽ 2 to 4 1 by 18 3 plus 2x dx മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. That is 1 by 18 into integral 2 to 4 3 plus 2x dx. 3 integration തരും, 3x വരും, 2x integration തരും, 2x square by 2. അപ്പോൾ 2 2 ക്യാൻസൽ ആയിട്ട് ബാക്കി x square ഉണ്ടായിരിക്കും. then 4 into സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, then we get 1 by 18 into 18, that's equal to 1. അതായത് നമുക്ക് അതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രേഷൻ വാല്യൂ എന്ത് കിട്ടി, 1 കിട്ടി. അത് ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സോ ദ ഗിവൺ എഫ് ഓഫ് എക്സ് ഈസ് എ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, then if the distribution function f of x is given to be f of x is equal to 2x square by 5 when 0 less than or x less than or equal to 1, minus 3 by 5 plus 2 into 3x minus x square by 2 by 5 when 1 less than x less than or equal to 2 and 1 if x greater than 2. Find the density function. ഇതിന് കറസ്പോണ്ടിങ് വരുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വി നോ ദാറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ്, സ്മോൾ ലെറ്റർ എഫ് അല്ലേ. അത് നമുക്ക് അറിയാവുന്നതാണ്, കാരണം ക്യാപിറ്റൽ എഫ് ആണ് നമ്മുടെ സ്മോൾ ലെറ്റർ എഫിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ്. സോ ഹിയർ നമുക്ക് ക്യാപിറ്റൽ എഫ് പറഞ്ഞാൽ ഇതാണെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ എടുക്കുക. 2x സ്ക്വയർ ബൈ 5 ഡെറിവേഷൻ 2 by 5 ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേഷൻ 2x വരും. ദാറ്റ് ഈസ് 4 by 5 ഇൻറ്റു എക്സ് വെൻ 0 less than x less than or equal to 1
അപ്പോൾ തന്നെ -3/5 ഡെറിവേഷൻ 0 പോവും. 2 into 3x minus x square by 2/5 നമ്മൾ എന്ത് ഡെറിവേഷൻ എടുക്കുക, 2/5 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ദെൻ 3x വരും 3 വരും, x square by 2 വരും 2x വരും. ദാറ്റ് ഈസ് 2 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് വരും, 2 into 3 minus x by 5 വരും. എവിടെ 1 less than x less than or equal to 2. ഇനി x ഗ്രേറ്റർ ദാൻ 2 വലുതാവും എന്താണ് 0 ആണ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ 0 പോകും. ഓക്കെ, സോ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x is equal to ഇതായിട്ട് കിട്ടും. ദെൻ നെക്സ്റ്റ്, given capital F of x is equal to 0 when x less than 0, x square when 0 less than x less than or equal to 1, and 1 when x greater than 1. Determine, first question, probability of x less than or equal to 0.5. Second question, probability of 0.5 less than or equal to x less than or equal to 0.8. And the third question, probability of x greater than 0.9. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ലെസ് ദാൻ 0.5 പറഞ്ഞാൽ എത്രയാണ്? 0-ൻ്റെയും 1-ൻ്റെയും അടക്കം എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 0.5 ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് 0.5 പറഞ്ഞാൽ എത്രയാണ്? എഫ് ഓഫ് എക്സ് എവിടെ 0-ൻ്റെയും 1-ൻ്റെയും അടക്കം എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് 0.5 പറഞ്ഞാൽ 0.5 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 0.25 വരും. ദ നെക്സ്റ്റ്, പ്രോബിലിറ്റി ഓഫ് 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.8. അത് എന്താണ്? 0-1 എന്ന ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.8 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റിയോ അതായത് എഫ് ഓഫ് 0.8 മൈനസ് എഫ് ഓഫ് 0.5 വരും അല്ലേ. 0.8 ആണ് അതായത് 0.5 മൈനസ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് 0.8 ആണ് എന്താണ്? 0.8 സ്ക്വയർ. എഫ് ഓഫ് 0.5 ആണ് എന്താണ്? 0.5 സ്ക്വയർ. ദാറ്റ് ഈസ് 0.64 മൈനസ് 0.25 ദാറ്റ്സ് ഈക്വൽ ടു 0.39 വരും. നെക്സ്റ്റ് നമുക്ക് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.9 ആണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.9, 0.9 മുകളിലേക്ക്, അതായത് ഈ ഇൻ്റർവെൽ വരും ഇതിലും വരും. സോ അത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടലിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.9 നമുക്ക് മൈനസ് വരുന്നത്. നമുക്കറിയാം എ അറിയണമെങ്കിൽ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 മൈനസ് എ ചെയ്താൽ മതി. അതുപോലെ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.9 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് എഫ് ഓഫ് 0.9 വരും. എഫ് ഓഫ് 0.9 ആണ് എത്ര വരും? 0.9 സ്ക്വയർ. ദാറ്റ് ഈസ് 1 മൈനസ് 0.9 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ എന്ത് വരും? 1 മൈനസ് 0.81 വരും. 1 മൈനസ് 0.81 ആണ് എത്ര വരിക? 0.19 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആൽഫ. മൈനസ് ഇൻഫിനിറ്റി മുതൽ ആൽഫ വരെ എന്താണ്? കെ ഇൻറ്റു 1/x സ്ക്വയർ ആണ്. 0 ആണ്, അല്ലാത്ത പക്ഷം 0 ആണ്. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ദെൻ ഡിറ്റർമിൻ കെ ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇതിലുള്ള ഈ കെയും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വി നോ ദാറ്റ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എന്താണ്? 1 എന്നറിയാം. സോ എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കെ ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് കൊടുക്കുക ഈക്വൽ ടു 1 ആണ്. കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1. 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്തിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ്. ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ തരും π/2 മൈനസ് π/2 വരും. ദാറ്റ് ഈസ് കെ ഇൻറ്റു π/2 മൈനസ് π/2 ആണ് തരും 2π/2. ദാറ്റ് ഈസ് പൈ വരും. ഓക്കെ, അപ്പോൾ കെ പൈ ഈക്വൽ ടു 1 വന്നു. ദെൻ കെ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/π. സോ അതിൽ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു എന്ത് വന്നു? 1/π എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇവിടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എക്സ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാം എഫ് ഓഫ് എക്സിൽ കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് എന്താണ്? 1/π ആണ്. ദാറ്റ് ഈസ് 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് വരും. ഇൻറ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് അല്ലേ. ദെൻ 1/π ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 1/π ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് π/2. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻ, the diameter on an electric cable, say x, is assumed to be the continuous random variable with the probability density function f of x is equal to y0 into x into 1 minus x. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ഇലക്ട്രിക് കേബിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ എക്സ് എടുക്കുക. എന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ നോട്ട് ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. വേർ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. വൈ നോട്ട് ബീങ് എ കോൺസ്റ്റന്റ്, വൈ നോട്ട് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് മീൻ, സെക്കൻഡ് വേരിയൻസ്, തേർഡ് ഹാർമോണിക് ആൻഡ് ഫോർത്ത് മീഡിയൻ ആൻഡ് മോഡ്. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സിൻസ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. സോ ഇൻ്റഗ്രൽ 0 to 1 നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണ്? ഇവിടെ എക്സ് വരുന്നത് 0 to 1 ആണ്. സോ ഇൻ്റഗ്രൽ 0 to 1 വൈ നോട്ട് എക്സ് 1 മൈനസ് എക്സ് ഡി എക്സ് എന്തൊരു 1 വരും. നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. വൈ നോട്ട് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്കത് പുറത്തെടുക്കാൻ പറ്റും. ബാക്കിയിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 1 ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ദെൻ 1ഉം 0യും കൊടുക്കുക. ദെൻ വി ഗെറ്റ് വൈ നോട്ട് ഇൻറ്റു 1 ബൈ 2 മൈനസ് 1 ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ദാറ്റ് ഈസ് വൈ നോട്ട് ബൈ 6 ഇസ് ഈക്വൽ ടു 1. ദെൻ വൈ നോട്ട് ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടും. അതിലുള്ള കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടുള്ള വൈ നോട്ട് നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ദെൻ കോൺസ്റ്റന്റിലേക്ക് നോക്കുക. ഫസ്റ്റ് നമുക്ക് എന്താണ്? അരിത്മെറ്റിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് അരിത്മെറ്റിക് മീൻ എന്താണ്? μ1 ഡാഷ് ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് 6 ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 6/12 ദാറ്റ്സ് ഈക്വൽ ടു 1/2 വരും. നെക്സ്റ്റ് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? μ2 ഡാഷ് ആണ്. μ2 ഡാഷ് ആണ് എന്താണ്? സോറി, μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ദ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ μ1 ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? ഇവിടെ നമുക്ക് കിട്ടിയിട്ട് എത്രയാണ്? 1/2. ഇനി അതിൽ നമുക്ക് μ2 ഡാഷ് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് μ2 ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ എക്സ് അല്ല, എക്സ് സ്ക്വയർ ആക്കി മാറ്റുക. കാരണം μ1 ആണ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വരാം. ഓക്കെ, μ1 ആണ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. സോ ഇവിടെ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് വരും. കറക്റ്റ് ചെയ്യുക, ഇവിടെ കറക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോറി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 ഡി എക്സ്. അതിനെന്ത് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 6 ഇൻറ്റു എക്സ് റേസ് ടു 4/4 മൈനസ് എക്സ് റേസ് ടു 5/5 ഫ്രം 0 to 1 എന്ന് കിട്ടി. ഓക്കെ, ദെൻ 0യും 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് സോൾവ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 3/10 കിട്ടും. സോ μ2 ഡാഷ് ഇസ് ഈക്വൽ ടു 3/10, μ1 ഡാഷ് ഇസ് ഈക്വൽ ടു 1/2 കിട്ടി. ദെൻ വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? Therefore variance of x is equal to μ2 dash minus μ1 dash the square ആണ്. That's equal to എന്ത് വരും? 3/10 minus 1/2 the square എന്ന് കിട്ടും. ഓക്കെ, then that's equal to എന്ത് വരും? 3/10 minus 1/4 that's equal to 1/20 വരും. then നമുക്ക് എന്താണ്? ഹാർമോണിക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹാർമോണിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. 1/h is equal to എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 1/x ഇൻറ്റു 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് ആണ് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സോൾവ് ചെയ്യുക, എക്സും എക്സും ക്യാൻസൽ ചെയ്ത് ദെൻ വി ഗെറ്റ് 6 ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് ഡി എക്സ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, ദെൻ വി ഗെറ്റ് 3. 1/h is equal to 3 ആണെങ്കിൽ ഹാർമോണിക് മീൻ h is equal to എന്ത് വരും? 1/3 വരും. ഓക്കെ, ദെൻ ഇഫ് സി ഡിനോട്ട് ദ മീഡിയൻ, സി നമ്മളുടെ മീഡിയൻ ആണ് എങ്കിൽ ഇൻ്റഗ്രൽ 0 to c 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2 ആയിട്ടുള്ള ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിന് സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to c എക്സ് ഇൻറ്റു x minus x square dx is equal to 1/2. That's equal to solve ചെയ്യുമ്പോൾ എന്ത് വരും? 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to c x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1/2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to c കൊടുക്കുക. അത് സോൾവ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് കിട്ടും? 3c സ്ക്വയർ മൈനസ് 2c ക്യൂബ് ഈക്വൽ ടു 1/2. രണ്ടിലും c സ്ക്വയർ കോമൺ ആയിട്ട് വരുന്നില്ല, നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക, c കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ c ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ ഒരു 1/2 കിട്ടും, 1 പ്ലസ് √3/2 കിട്ടും, അതുപോലെ തന്നെ 1 മൈനസ് √3/2 കിട്ടും. കാരണം ഇവിടെ 4c ക്യൂബ് മൈനസ് 6c സ്ക്വയർ പ്ലസ് പ്ലസ് 1 ഈക്വൽസ് വരാനായിട്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് 3 റൂട്ട് ഉണ്ടായിരിക്കും. സോ ശ്രദ്ധിക്കണം, നമുക്ക് 0 to 1 ആണ് നമ്മളുടെ ഇൻറ്റഗ്രേഷൻ അല്ലേ. ദ ഓൺലി റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ വിച്ച് ലൈസ് ഇൻ ദി ഇൻ്റർവൽ 0 1 ആണ് ഇൻ്റർവലിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 മാത്രമാണ് വരുന്നത്. സോ ദ മീഡിയൻ എം ഈക്വൽ ടു എന്ത് വരും? 1/2 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ വരുന്ന നമുക്ക് എന്തായിരുന്നു? അതിൻ്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 6 ഇൻറ്റു 1 മൈനസ് 2x വരും. അതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? മൈനസ് 12x വരും. നൗ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റ് കണ്ടുപിടിക്കാതിൽ എന്തായിരിക്കണം? എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് ആകും വേണം. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവും എപ്പോഴാണ്? 6 ഇൻറ്റു 1 മൈനസ് 2x ഇസ് ഈക്വൽ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആകുമ്പോഴാണ്.
എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആണ് നമ്മുടെ ഇൻ്റർവൽ 0-1 കണ്ടെയ്ൻ ചെയ്യുന്ന പോയിന്റ് ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഇസ് സച്ച് ദാറ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് നെഗറ്റീവ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ, -12x ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 1/2 എടുത്താൽ എന്താണ്, -12 തന്നെ കിട്ടുക. ഹെൻസ് ദ മോഡ് ഈസ് 1/2 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്ലിയർ. ദെൻ നെക്സ്റ്റ്, ദ ഫോളോവിങ് ഈസ് ദ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എപ്പോഴും വരിക, അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. തന്നിട്ട് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3, 7, 13 ആവുന്ന കേസ്, അതിന് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് 1/8 ആൽഫ, 1/6, 1/4 ബീറ്റ. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആൽഫയും ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4x - 3 ഈക്വൽ ടു 1/2 ആവുന്ന കേസിൽ. ഓക്കെ, നമുക്കറിയാം ഇതൊരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ടോട്ടൽ എന്ത് വേണം, 1 വേണം. ദെൻ വി നോ ദാറ്റ് സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കിട്ടണം. ദാറ്റ് ഈസ് സമ്മേഷൻ പി ഓഫ് എക്സ് ആണ് എന്താണ്, ഇതെല്ലാം കൂടി സം ചെയ്യുക. That is 1/8 plus alpha plus 1/6 plus 1/4 plus beta equal to 1 കിട്ടണം. ഓക്കെ, that is 13/24 plus alpha plus beta equal to 1 ആണ്. That is alpha plus beta equal to എന്ത് ചെയ്യണം, 1 minus 13/24, that's equal to 11/24 ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 11/24 എന്ന് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത് വന്നിട്ടുള്ള സംഭവം യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്, 4x - 3, ദാറ്റ്സ് ഈക്വൽ ടു 1/2 ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4x - 3 എന്തായിട്ട് വരും, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4x - 3 നമുക്ക് എന്ത്, 4x - 3 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ട് ദെൻ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് സ്ക്വയർ - 4x + 3 ഈക്വൽ ടു 0, ദാറ്റ്സ് ഈക്വൽ ടു 1/3. നമുക്ക് ഇതിന് 2 റൂട്ടാക്കി മാറ്റാൻ പറ്റും, x - 3 ഇൻറ്റു x - 1 ആക്കി മാറ്റാൻ പറ്റും. ദെൻ പ്രോബിലിറ്റീസ് ഓഫ് x - 3 ഓർ x - 1 ഈക്വൽ ടു 1/2 എഴുതാൻ പറ്റും. ദെൻ പ്രോബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു 3യും പ്രോബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു 1 ഈക്വൽ ടു 1/2 ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു 3 എത്രയാണ്, 1/6 ആണ്. പ്രോബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു 1 എത്രയാണ്, ആൽഫയാണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2. ദെൻ ആൽഫ ഈക്വൽ ടു എന്ത് വരും, 1/2 മൈനസ് 1/6, ദാറ്റ്സ് ഈക്വൽ ടു 1/3. ആൽഫ ഈക്വൽ ടു 1/3 കിട്ടി. ഇവിടെ നമുക്ക് ഇക്വേഷൻ 1 ഉണ്ട്, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 11/24. ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ ഈക്വൽ ടു 1/3 ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then we get 1/3 plus beta equal to 11/24, which implies beta equal to 11/24 minus 1/3. That's equal to 1/8 വരും. So alpha equal to 1/3 beta equal to 1/8 കിട്ടി. ഓക്കെ, ക്ലിയർ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ.